ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോറിനും ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ വെണ്ടയ്ക്ക മസാലക്കറിയാണ്. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റ് ആണ്. ഇനി മസാലക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 1/4 കിലോ വെണ്ടക്ക ഇത്രയും വലിയ കഷ്ണങ്ങളാക്കി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെണ്ടക്ക ചേർത്ത് വഴറ്റിയെടുക്കാം. വെണ്ടക്കയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ വെണ്ടക്ക പെട്ടെന്ന് തന്നെ നമുക്ക് മുരിഞ്ഞു കിട്ടും. ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ പാനിൽ നിന്നും വെണ്ടക്ക കോരി മാറ്റാം. അതിനുശേഷം വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കൂടെ തന്നെ നല്ല ജീരകം 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ചെറിയ സവാള പൊടിയായി കട്ട് ചെയ്തതും 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും എരിവിനാവശ്യമായ 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യമേ നമുക്ക് സവാള ചേർത്ത് വഴറ്റാം. സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വഴറ്റുന്ന ചേരുവകളൊക്കെ ഒന്ന് വാടി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. പൊടികളും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ 2 ടേബിൾ സ്പൂൺ അളവില് തൈരും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം. മസാല എല്ലാം മൂത്ത് തുടങ്ങിയാൽ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കറിയൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വഴറ്റിയ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. കറി നല്ലതുപോലെ വെന്ത് കുറുക്കിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു വെണ്ടയ്ക്ക മസാലക്കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാനായി കുറച്ച് കസൂരി മേത്തി കയ്യിലിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ബിണ്ടി മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.